ഹായ്, കോട്ടയത്താണ്. കോട്ടയത്ത് ഇല്ലിക്കൽ കല്ലിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ വിട്ട് ഇന്ന് നമ്മൾ കോട്ടയം പിടിച്ച് കോട്ടയത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫാക്ടറിയിലാട്ടോ, അഥവാ ഓളോബ്രക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഫാക്ടറിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ആദ്യ ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ. അപ്പോൾ ആ ഒരു കാഴ്ചകളായിരിക്കും നാളെ രാവിലെ മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഹായ്, നമസ്കാരം. എക്സ്പ്ലോർ മല്ലുവിൻ്റെ കേരള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്, ഇന്നലെ നമ്മൾ രാത്രി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കോട്ടയത്താണ്. കോട്ടയത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുക. നമ്മൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ അടിച്ചു വെച്ചതാണ്. ഉറങ്ങി എണീറ്റു, ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ടെൻറ്റൊക്കെ മടക്കി നമ്മളെ ബുള്ളറ്റുമേ ആ ലഗേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് വേണം ഇന്ന് റൈഡ് നമുക്ക് പിടിക്കാൻ വേണ്ടി. ഇവിടെ കുറച്ച് ബംഗാളികൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇപ്പുറത്തെ റൂം ബംഗാളികളൊക്കെ താമസിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നത്. ഇത് എന്താ പറയുക, ഓളോബ്രക്സിൻ്റെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബംഗാളികളെ കാണിച്ചിട്ടോ, അവർക്ക് വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെയും കാണിച്ചിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് റൈഡ് പിടിക്കാം. അപ്പോൾ ഇതാട്ടോ പോലെ റൂം, ബംഗാളികളൊക്കെ താമസിക്കുന്ന റൂം ഇതാണല്ലോ. അതാ ഷൂട്ട് കയറിക്കോട്ടെ, ചുമ്മാ ചളിയുന്നുണ്ടോ? നിങ്ങളെ പരിചയപ്പെടുത്തിക്ക. ലൈറ്റൊന്നും ഇല്ലേ? ലൈറ്റില്ല. അതെ. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കുകയാണ്, ഇവർ ജോലി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളെ പേര് പറഞ്ഞേ. പറഞ്ഞേ. നിങ്ങളെ പേരെന്താ? മണികണ്ഠൻ സ്വാമി. ഇന്ന് നമ്മൾ ഏകദേശം ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് പിടിക്കുന്നത്. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാം. കോട്ടയത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു ഡെസ്റ്റിനേഷനാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ പരിശോധിച്ചാൽ കാണാം, മനോഹരമായിട്ടുള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു കല്ലിനാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഒരു മല മുകൾക്കാണ് നമ്മൾ ട്രക്ക് ചെയ്ത് കയറാൻ പോകുന്നത്. ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അവിടെ എത്തിയിട്ടാണ് കാണാം കേട്ടോ, അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളെ ചെക്കന്മാരെ കിട്ടിയിരിക്കുകയാണ്. ചെക്കൻ്റെ പേര് പറഞ്ഞ അലൻ. എൻ്റെ പേര് സഞ്ജു ടെക്കിയല്ലോ. മുത്തുമണികൾ എന്താ പറയുക, നമ്മൾ ഡെസ്റ്റിനേഷൻ പിടിക്കാൻ പോകുമ്പോൾ കണ്ടതാട്ടോ. സബ് ചെയ്തിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെക്കന്മാർ നമ്പറൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാം. ഓക്കെ. ഇല്ലിക്കൽ കല്ലിലേക്കാണ് ഇപ്പോൾ നമ്മൾ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും നിങ്ങൾ കണ്ടില്ലേ, കിട്ടുകാച്ച് നല്ല വ്യൂ പോയിൻ്റാണ്. നമ്മൾ പോരുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലയിൽ നിന്നാണ് ഈ ഒരു റൈഡ് പിടിച്ചത്. അവസാനം നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ ആ ഒരു ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഹെഡ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് കേട്ടോ. നല്ല കിട്ടുകാച്ച് റോഡ് തന്നെയാണ്, നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൂട്ടിൽ എന്ന് പറയാൻ. പിന്നെ ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെയാണ്. പോകുന്ന റൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല കിട്ടുകാച്ചൊരു മല ഏരിയ കേട്ടോ. നല്ല വ്യൂ പോയിൻ്റ്. ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. ബൈക്കും കൊണ്ടൊക്കെ വരാം കേട്ടോ. പിന്നെ നടന്ന് കയറണം കേട്ടോ. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ആ ഒരു കാഴ്ചകളൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് അവിടേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ. ട്രക്കിംഗ് ആണോ അതോ ജീപ്പ് സർവീസ് ഉണ്ട്, ബൈക്ക് കാര്യങ്ങളൊക്കെ കയറും എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കും. അപ്പോൾ അവിടത്തേക്ക് കാണാം. അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു കട കാണുന്നുണ്ട്. ഒരു കട പിന്നെ വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക, സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനും അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഈശിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ഇല്ലിക്കൽ കല്ലിലേക്ക് വരുന്നവർക്ക് കുറച്ച് എന്താ പറയുക എക്സ്പെൻസ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പ്രവേശിക്കാനുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ഫീ 20 രൂപ വരുന്നുണ്ട്. അതുപോലെ ജീപ്പ് സഫാരി അഥവാ ജീപ്പിലേക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കയറി പോകണമെങ്കിൽ ഒരു 59 രൂപയും വരുന്നുണ്ട്.
അവസാനം നമ്മൾ ഈ ടിക്കറ്റൊക്കെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഈ ഒരു ഭാഗത്തിലൂടെ ട്രക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ മല മുകളിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ കണ്ടിട്ടാണ് ഇപ്പോൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പം ഞാൻ ഒറ്റക്കുള്ള ട്രക്ക് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക ജീപ്പ് സർവീസ് സ്വീകരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ മല മുകളിലേക്ക് പോകുന്നത്. എന്തായാലും നമുക്ക് ഒരു 4 കിലോമീറ്റർ അങ്ങോട്ടും 4 കിലോമീറ്റർ ഇങ്ങോട്ടും നടക്കേണ്ടതുണ്ട്. 5:30 മണിക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ഈ ഒരു വീഡിയോ അടിച്ചു വിടണം. അപ്പോൾ നേരെ ട്രക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെത്തിയിട്ട് ആ ഒരു വിഷ്വലും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയാൻ പോയിട്ടോ, നമ്മൾ ടിക്കറ്റ് എടുത്ത് എത്രയാണ് നമുക്ക് ചാർജ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് മൊത്തം 33 രൂപയാണ്. എവിടെ കാണാം എൻട്രി ഫീ 20 രൂപയും അതുപോലെ നമ്മൾ 2 വീലർ ആയതുകൊണ്ട് ഒരു 13 രൂപയും അവിടെ പാർക്കിംഗ് ചാർജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആകെ ടോട്ടൽ വന്നിട്ടുള്ളത് 33 രൂപയാണ് കേട്ടോ. അപ്പോൾ ജീപ്പ് സർവീസ് കൂടി വരുമ്പോൾ 59 കൂടിയും അതിൽ ഉൾപ്പെടും. ആ ഒരു ചാർജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഒരു 10-20 മിനിറ്റ് ട്രക്ക് ചെയ്തപ്പോൾ കുറച്ച് ചേച്ചിമാരെ കണ്ടു. ചേച്ചിമാർ ഇവിടുന്ന് ഇങ്ങനെ പുല്ല് വെട്ടിക്കൊണ്ടു കേട്ടോ. ഒരു അടിഭാഗത്തൂടെ ഞങ്ങൾ പോയി. അപ്പോൾ ഇതുകൂടി കയറി കഴിഞ്ഞാൽ ഒരു ഷോട്ടാണ്. പെട്ടെന്ന് അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. ആ ഒരു നമ്മളെ സ്പോട്ടിൽ ഹെഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു ഇടിയും കാറ്റും മഴക്കോൾ എന്താ പറയുക. ഈ ഒരു ഡെസ്റ്റിനേഷൻ ഇങ്ങനെ കച്ചക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. തത്സമയം നിങ്ങൾക്ക് മഴക്കാറൊക്കെ നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മലമുകളായതുകൊണ്ട് കുറച്ച് ഡേഞ്ചർ കേട്ടോ. ഷോട്ട് സ്ഥലം ഈ റോട്ടിൽ എത്തി നേരെ അങ്ങനെ കറങ്ങി വരേണ്ടി ചെയ്തു കേട്ടോ. അത് സംഭവം പൊളിച്ച് ഇനി തുക്കുടി കയറാം. അപ്പോൾ എന്താ പറയുക, ട്രക്ക് ചെയ്തിട്ട് തന്നെ വരാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ലൊരു കിട്ടിക്കാഴ്ച തന്നെ ആയിരിക്കും. നല്ലൊരു ഫീലാട്ടോ, പൊളിയാണേ. ഈ ഒരു ചുറ്റുള്ള കാഴ്ച കരച്ചിട്ടാണ് ഈ പറയാൻ വയ്ക്കുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾക്ക് നേരെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ കാഴ്ച, അതിൻ്റെ മല മുകളിൽ എന്താണ് നമ്മൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്, പ്രകൃതി എന്താണ് ഒരുങ്ങിക്കെട്ടി തയ്യാറായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഈ ഒരു വീടിലൂടെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. നല്ലൊരു ഗ്രീനറിയാണ്, നല്ലൊരു കുന്നാണ്. നമ്മൾ വയനാട് എന്താ പറയുക, വയനാടൊക്കെ പോയൊരു വയനാട് ഒരു ലേക്കൊക്കെ ഉണ്ടല്ലോ, വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് പോകണേ അവരതേ ഒരു വൈബും കാര്യങ്ങളൊക്കെ കേട്ടോ. പൊളി. അവസാനം നമ്മൾ അതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. കുറേ ചെങ്ങൈമാരുണ്ട് കേട്ടോ. നടന്നിട്ട് തന്നെ ഏകദേശം വരുന്നത്. ഞാൻ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ വരാൻ പറയുന്നത് വെച്ചാൽ നടന്നിട്ട് തന്നെ ട്രക്ക് ചെയ്തിട്ട് വരാനേ ഞാൻ പറയുള്ളൂ. അത്ര മനോഹരമാണ് നടന്നിട്ട് വരാൻ. ജീപ്പിലെന്ന് പറഞ്ഞാൽ അതിൽ കയറി കുത്തിരിക്കുക, ആ ഒരു അഡ്വഞ്ചറൊന്നും ഇല്ലാതെ ഇങ്ങനെ നൈസായിട്ടൂടെ വന്ന് ഇറങ്ങുക, ഈ ഒരു കുന്ന് കാണുക, പോകുക എന്നുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് വെച്ചാൽ ഈ ഡെസ്റ്റിനേഷനിലേക്ക് വരികയാണെങ്കിൽ ടിക്കറ്റ് എടുക്കുക, ഒരു എൻട്രൻസ് ഫീ എടുക്കുക, ആ ഒരു പാർക്കിംഗ് ചാർജും കാര്യങ്ങളും കൊടുക്കുക. അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ അല്ലാതെ അടിഭാഗത്തന്നെ നിർത്തിയിട്ട് നമുക്ക് എന്താ പറയുക ഇങ്ങോട്ട് കയറുക. എന്നിട്ട് ശേഷം ആ ഒരു എൻട്രി ഫീ മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്ന ആ ഒരു 2-3 വശത്തൊക്കെ ഇതുപോലെ കമ്പി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് അഡ്വഞ്ചർ കിക്ക് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ വരുന്നവർക്ക് എന്താ പറയുക ഒരു തടസ്സമായിക്കോട്ടെ എന്നുള്ള രൂപത്തിലായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സംഭവം തയ്യാറാക്കിയിട്ടുള്ളത്. കുറേ ആളുകളൊക്കെ ഇവിടെ മരണത്തിൽ കീഴടങ്ങേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അയ്യോ കഥച്ചിട്ടാണ് ഒന്നും പറയാൻ വയ്ക്കില്ല. അപ്പോൾ മനോഹരമായിട്ടുള്ള വ്യൂ പോയിൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കിടക്കാച്ചിട്ട് 2 വർഷത്തും 3 വർഷത്തൊക്കെ 360 വ്യൂവിലൊക്കെ ഏകദേശം അങ്ങനെ തന്നെ പറയാം. ഒരു 360 വ്യൂവിലൊക്കെ എന്താ പറയുക ഈ ഒരു മല മണ്ടയിൽ നിന്ന് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ വീടിലൂടെ സമ്മാനിക്കാൻ പോവുകയാണ്. സ്റ്റേ അടിച്ചു കേട്ടോ. നല്ല കിതപ്പുണ്ട്, നായി കിതക്കണ മാതിരി കിതക്കുന്നുണ്ട് ഗെയ്സ്, എന്ത് പറയാൻ. അപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് കോളേജിൽ നിന്നും. അതുപോലെ എന്താ പറയുക ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും നല്ല ക്രൗഡ് കയറലൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ട്രക്ക് ചെയ്ത് വരാം കേട്ടോ, അതാണ് മൂഡ്. ഏകദേശം ഒരു 10-25 മിനിറ്റൊക്കെ ട്രക്ക് ചെയ്തതിന് ശേഷം ഒടുവിൽ ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. നല്ല കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ തന്നെ ഈ ഒരു സ്പോട്ട് ഹെഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു
5 മിനിറ്റ് ഈ ഒരു മലമുകൾക്ക് കയറാനുള്ളൂ, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൂ, ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ മേലേക്ക് കയറാനുള്ളൂ. എന്നിട്ട് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അടിഭാഗത്തുള്ള ജീപ്പ് സർവീസ് അവിടുത്തെ ഉണ്ടാവുള്ളൂ. ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ട്രക്ക് ചെയ്ത് കയറണം കേട്ടോ. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ ഒരു സ്ഥലമാണ്, ഈ ഒരു കുന്നാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയേണ്ടത്. ഒരു രക്ഷയിലോട്ടോ, മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. ഏകദേശം ഒരു 360 വ്യൂവിൽ തന്നെ നമുക്ക് ഈ ഒരു മനോഹരമായിട്ട് ഇവിടെ വന്നിട്ട് കാണാമെന്നുള്ളതാണ്. ഈ ഒരു ഇവിടെ എന്താ പറയുക, നിന്ന് കാണാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെട്ടാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയാനുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ കൃത്യമായിട്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഏകദേശം അവിടെ വന്നു കഴിഞ്ഞാലും കുറച്ച് നടന്നിട്ട് വേണം ഈ ഒരു വ്യൂ പോയിൻ്റ് എന്തായാലും ആസ്വദിക്കാൻ. അപ്പോൾ അടിയിൽ തന്നെ ട്രക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, അടിപൊളി കാഴ്ച കേട്ടോ. പ്രധാനമായിട്ടും എന്താ പറയാമെന്ന് വെച്ചാൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ 8:30 to ഒരു 5:30 തോന്നുന്നുണ്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻക്ക് ഓപ്പൺ, ഈ ഒരു ഡെസ്റ്റിനേഷൻ തുറക്കുള്ളൂ, പ്രവർത്തനമുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ഈവനിങ്ങിൽ, അതിൽ മോർണിംഗിൽ വന്നു കഴിഞ്ഞാലും വലിയ സീൻ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. എന്തായാലും ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടും. മോർണിംഗത്തെ ആ ഒരു കിടക്കാഴ്ച വൈബ് എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഈവനിങ്ങിൽ വന്നാലും നല്ലൊരു വൈബ് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 8:30 നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു വൈബ് നമുക്ക് സമ്മാനിക്കും. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു മെയിൻ ഡെസ്റ്റിനേഷനിൽ നിന്ന്, ആ ഒരു മെയിൻ കുന്നിൽ നിന്ന് നമ്മൾ ഇറങ്ങി ആ ഒരു ഭാഗത്ത് കാണാം കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം അപകട മേഖല, പ്രവേശനം നിരോധിച്ചിരിക്കുന്നു, എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും ഇവിടുത്തേക്കൊക്കെ വരാം കേട്ടോ. ഇവിടെ എന്താ പറയുക, എല്ലാ സൗകര്യം കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യൂ പോയിൻ്റ് ആസ്വദിക്കാനുള്ള മനോഹരമായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം വരെ നമുക്ക് വരാം കേട്ടോ. ഇവിടെ നിന്നാണ് ആ ഒരു കിടക്കാഴ്ചൊരു ഒരു വ്യൂ പോയിൻ്റ് എന്നുള്ളത്. ഏകദേശം ഈ ഒരു ഭാഗം ഫുള്ള് കാണാം. ആ ഒരു പാറയും അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു രൂപത്തിലുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാൽ കാണാം കേട്ടോ. ഒരു അടിപൊളി ഒടുക്കത്തൊരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മനോഹരമാണ്. ആ ഒരു ഭാഗം വരെയൊക്കെ നമുക്ക് നടന്നു പോകാം. കിടക്കാഴ്ച കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് ആസ്വദിക്കുക എന്നുള്ളതാണ്. മനോഹരമായിട്ട് ഈ ഒരു പാറ കാണണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നാലാണ് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക, അടിപൊളി ഗ്രീനറിയും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കോട മൂടിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ മേലിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ എക്സ്പ്ലോർ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വ്യൂ പോയിൻറ്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു രൂപത്തിൽ കയറുക. എന്തായാലും ഇരുന്ന് സമയമെടുത്ത് അതിൻ്റെ മേലൊക്കെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. നല്ല തണുത്ത കാറ്റാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഈ ഒരു വാഗമണ്ണിൻ്റെ ഏരിയയാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം മഴ പെയ്യാൻ ഒരുങ്ങി കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പ്രകൃതി. എന്തായാലും നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ നിന്ന് പിന്നെ ട്രക്ക് ചെയ്തിട്ട് നമുക്ക് ആ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സുന്ദരമായ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു, എക്സ്പ്ലോർ ചെയ്യും എന്നും വിചാരിക്കുന്നു. അപ്പോൾ അടിയിൽ നിന്ന് കാണാം. എൻ്റെ പേരെന്താ പേര് പറ. ഹായ് പറ പറ.